അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഫുഡിങ് ഉണ്ടാക്കലാണ്. അപ്പോൾ നമ്മൾ മാംഗോയും പിന്നെ വാട്ടർ മെലനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാനാണ്. നമുക്ക് ചൈന ഗ്രാസ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 മാങ്ങയാണ്, പിന്നെ വാട്ടർ മെലനുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം വാട്ടർ മെലൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പീസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ എടുത്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് നമ്മൾ മാംഗോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാംഗോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയുള്ളത്. നമ്മൾ 3 മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വാട്ടർ മെലന് പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ജ്യൂസ് രൂപത്തിലാക്കി കിട്ടണം നമുക്ക്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, വാട്ടർ മെലൻ അടിക്കണം നമുക്ക്. നമുക്ക് വാട്ടർ മെലന് ജ്യൂസ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, മാംഗോ എടുക്കാം. രണ്ടിലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മാംഗോ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ആ നേര് പുളിപ്പുള്ളതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതിൽ ലാസ്റ്റിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നതാണ്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് ഇതേപോലത്തെ ഒരു പാത്രം ചൂടാക്കുക. അപ്പോൾ ചെറിയ തോതിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലത്തെ കുറച്ചൊരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ചൂടായി വരുന്ന വാട്ടർ മെലനിലേക്ക് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കണതനുസരിച്ച് ഇളക്കി കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളത് ഏകദേശമൊക്കെ ഈ ഒരു രൂപത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലാസ്റ്റ് പരിവായി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു തിക്നെസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒന്ന് ചൂടാറി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്തൊരു മാംഗോ ആണ് ഇതേപോലെ ചെയ്യാനുള്ളത്. ഇതിനും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാംഗോ ഓൾറെഡി തിക്നെസ് ഉള്ളതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോൺഫ്ലവർ കലക്കിയത് ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് ചോദിച്ചു കൊടുക്കുക. ഇനി ചെയ്ത് ഇളക്കാതിരിക്കരുത്, കാരണം അടി പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിൽ നിന്ന് കൈയെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും അടി പിടിക്കും. ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സിലാണ്. അപ്പോൾ ഇതിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ മെലൻ ആദ്യം ഒഴിച്ചെടുക്കാം. ഇനി നമ്മൾ മാംഗോ ആണ് ഒഴിച്ചെടുക്കാൻ പോണത്. ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം.
ഇനി നമുക്കിത് 1 മണിക്കൂർ എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അടുത്ത പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് പഞ്ചസാര പൊടിച്ചിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ജെല്ലി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് റൗണ്ടിൽ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നല്ല മുക്കിയെടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൂടുതൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ട്. ഈ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തേക്ക് മാറ്റിയത്. നമ്മളത് മാംഗോ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് വാട്ടർ മെലനാണ്. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമുക്ക് വാട്ടർ മെലൻ കിട്ടിയിട്ടുണ്ട്. ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര പൊടിച്ചതിൽ നമുക്ക് എന്ത് ചെയ്യണം, അതൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര പൊടിക്കാതെയും ചെയ്യാൻ പറ്റൂട്ടത്, പൊടിക്കണമെന്നില്ല. പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ലെയറായിട്ട് അട്ടിക്ക് വെക്കാണ്ട് നമുക്ക്. അപ്പോൾ ആ പരിപാടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അതേപോലെ ഓരോരോ പീസായിട്ട് വേണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കുക. ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റൈലിന് വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം നമുക്ക്. അതാണ് നമുക്ക് ലാസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുള്ളത്. അതിന് മുകളിൽ നമ്മൾ പഞ്ചസാര ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുകളിലൊന്ന് വിതറിയതാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്, കൂടുതൽ ചിലവൊന്നുമില്ലാതെ. അപ്പോൾ ഇതൊന്ന് എൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. സാധനം അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചതിൽ നമുക്ക് എല്ലാവർക്കും പറ്റിയത് മാംഗോ ആണ്. വാട്ടർ മെലൻ അത്ര കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.